അൾട്ടിമേറ്റ് ആയിട്ട് ദൈവത്തിലേക്ക് തന്നെ മടങ്ങി വരുവാൻ. അതിന് ഈ റെക്കൺസിലിയേഷൻ പ്രോസസ്സ് നമുക്ക് ആവശ്യമാണ്, ദൈവവുമായിട്ട് ചേർന്ന് നടക്കാൻ. ദൈവത്തിന്റെ ഏറ്റവും അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ സർവശക്തനായ യേശു മിശിഹായുടെ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ഇപ്രകാരം ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് അടുത്തു വരുവാനായിട്ട് അവസരമൊരുക്കിയ ദൈവത്തിനും നന്ദി. ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ ചാമ്പൽ ബുധനാഴ്ച മുതൽ നമ്മൾ ആരംഭിച്ച പല ധ്യാനങ്ങളും ഇതിനോടകം നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ചാമ്പൽ ബുധനെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. മറിച്ച് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാസേജ് വായിച്ച് ഇന്നത്തെ ചിന്തകളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 30-31 വാക്യങ്ങൾ. ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഈ നോമ്പ് കാലഘട്ടങ്ങൾ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള വാക്കുകളാണ്. റിന്യൂവൽ, റിപ്പൻഡൻസ് ആൻഡ് റെക്കൺസിലിയേഷൻ. ഈ 3 വാക്യങ്ങൾ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. എങ്കിലും ഓരോ പ്രാവശ്യവും ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമുക്കത് പുതുക്കം നൽകുന്നത് കൊണ്ട് ഈ വേദഭാഗത്തിൽ നിന്ന് ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നോമ്പ് കാലഘട്ടം ഏതൊരു വ്യക്തിയെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ഒരു സ്പ്രിംഗ് സീസൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. യഹോവയെ കാത്തിരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലെ വരണ്ട നിലങ്ങളൊക്കെ തഴച്ച് വളരുകയും ഫലഭൂയിഷ്ഠതയുള്ളതായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു അനുഭവമായിട്ട് കാണുവാനായിട്ട് കഴിയും. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. യഹോവയെ കാത്തിരിക്കുന്ന ആളുകൾ, ബാല്യക്കാർ ക്ഷീണിച്ചു പോവുകയും യൗവനക്കാർ ഇടറി വീഴുകയും ചെയ്യുന്ന അവസരത്തിൽ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും എന്ന് പ്രതിപാദിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. കഴുകനെ കുറിച്ച് വേദപുസ്തകത്തിൽ പരിശോധിക്കുന്ന അവസരത്തിൽ ഏകദേശം 30ഓളം പ്രാവശ്യം കഴുകനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഈഗിൾ ഈസ് ദ സിംബൽ ഓഫ് പവർ, ഫ്രീഡം, റീബർത്ത്, ന്യൂ ബിഗിനിങ്, പീസ്, ലീഡർഷിപ്പ്, അതോറിറ്റി എന്നൊക്കെ നമുക്ക് ഗൂഗിളിൽ അടിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കഴുകൻ എന്ന് പറയുന്നത് അധികാരത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ഒരു പുതിയ തുടക്കത്തിന്റെയും സമാധാനത്തിന്റെയും അധികാരത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. റോമാക്കാരുടെ ഇടയിൽ ആർമിയുടെ സിംബലായിട്ട് ഈഗിളിനെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അമേരിക്കയുടെ വൺ ഓഫ് ദ സിംബലായിട്ട് ഈഗിളിനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഫിലിപ്പീൻസിന്റെ നാഷണൽ ബേർഡായിട്ട് ഈഗിളിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഒത്തിരിയധികം പ്രത്യേകതകൾ കഴുകനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഷാർപ്പർ വിഷൻ ഉള്ള ഒരു ജീവിയായിട്ട്, ഒരു ബേർഡായിട്ട് ഈഗിളിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം അതിൻ്റെ ആ ഒരു രീതി, ശരീരത്തിന്റെ രൂപഭംഗിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന അവസരത്തിൽ കഴുകന്റെ കണ്ണ് അതിന്റെ ശരീരത്തിന്റെ ഒരു 50% കവർ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു, തലയും കണ്ണും എല്ലാം കൂടെ. അപ്പോൾ മറ്റുള്ള ഏത് പക്ഷിയെ കഴിഞ്ഞും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു വിഷനുള്ള കഴുകനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. 5 കിലോമീറ്റർ അകലെയുള്ള ഏത് ഇരയെയും വളരെ സൂക്ഷ്മ ദൃഷ്ടിയോടുകൂടി കാണുവാനായിട്ട് കഴുകന് കഴിയും. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള ഒരു കഴുകൻ ഷാർപ്പ് വിഷൻസ് ഈ നാളുകളിൽ ദൈവം തരുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈഗിൾ ഫ്ലൈ ഓൺ ഹൈ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഏകദേശം 15,000 ഫീറ്റ് മുകളിൽ കഴുകന് പറക്കുവാനായിട്ട് കഴിയുമെന്നാണ് കഴുകനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കഴുകന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് സ്കൈ ഈസ് യുവർ ലിമിറ്റ് എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. കഴുകന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് സ്കൈ ആയിട്ട് കാണുവാൻ സാധിക്കുന്നു. നമുക്കും ഉന്നതിയിൽ പറക്കുവാനായിട്ട് ഉള്ള ഒരു അവസരം ഈ നോമ്പ് കാലഘട്ടം നൽകാനായിട്ട് സാധിക്കട്ടെ. പിന്നീടും ഈഗിളിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന അവസരത്തിൽ ദേ ഓവർകം സ്റ്റോംസ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കൊടുങ്കാറ്റുകളെ അതിജീവിക്കുവാനായിട്ട് കെൽപ്പുള്ള ഒരു പക്ഷിയായിട്ടാണ് കഴുകനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് കൊടുങ്കാറ്റിനെയും എതിരെ പറക്കുവാനായിട്ട് കഴിവുള്ള ഒരു ജീവി. പല പക്ഷികളും കൊടുങ്കാറ്റിൽ പതറിപ്പോകുമ്പോൾ കഴുകൻ പതർന്നു പോകുന്നില്ല. കൂടുതൽ പറക്കുവാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അപ്രകാരമുള്ള കൊടുങ്കാറ്റുകളെ കഴുകൻ മാറ്റുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എ കാം ഓഷൻ കനോട്ട് മേക്ക് എ സ്ട്രോങ് പൈലറ്റ്.
ഒരു ശാന്തമായ സമുദ്രം ശക്തനായ കപ്പിത്താനെ സൃഷ്ടിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് കഴുകന്റെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ കൂടുതൽ പറക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് മാറ്റും. അപ്പോൾ ഈ നോമ്പ് കാലഘട്ടങ്ങൾ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കഴുകനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ള തന്നെ ഒരു സംഭവ ചരിത്രം ഇപ്രകാരം ആണ്. കഴുകൻ തന്റെ ആയുസ്സിൽ, ഒരു കഴുകന്റെ ആയുസ് എന്ന് പറയുന്നത് 35 മുതൽ 40 വർഷം വരെയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു 35 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും കഴുകൻ അതിന്റെ വാർദ്ധക്യത്തിലേക്ക് എത്തുകയും കഴുകന്റെ കൂർത്ത് നൂർന്ന ചുണ്ടുകൾക്ക് ബലക്ഷയം സംഭവിക്കുകയും അതുപോലെ തന്നെ കഴുകന്റെ ഇരയെ പിടിക്കുന്ന ആ നഖങ്ങൾ ബലക്ഷയം സംഭവിക്കുകയും ഉയർന്നു പറക്കാനായിട്ട് ഉപയോഗിക്കുന്ന കഴുകന്റെ തൂവലുകൾക്ക് ബലക്ഷയം ഒക്കെ സംഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. 2 ഓപ്ഷൻസ് ഈ അവസരത്തിൽ കഴുകന് എടുക്കാം. ഒന്നെങ്കിൽ കഴുകന് സാവധാനം മരണത്തിലേക്ക് പോകുന്ന ഒരു അവസരം ചൂസ് ചെയ്യാം. ചില കഴുകന്മാര് മറ്റൊരു അവസരത്തിലേക്ക് പോകും. അതൊരു റീബർത്തിന്റെ അനുഭവമാണ്. അവര് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരും കടന്നാക്രമിക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു ഉയർന്ന മലയുടെ ഒരു പാറയുടെ വിള്ളലിൽ പോയതിനു ശേഷം കഴുകൻ തൻ്റെ തന്നെ ശരീരത്തിന്റെ തൂവലുകൾ ഓരോന്നായിട്ട് കൊത്തിപ്പറിക്കുന്ന ഒരു അനുഭവം. വളരെ വേദന നിർഭരമായിട്ടുള്ള ഒരു അനുഭവമാണ്. തൂവലുകൾ ഓരോന്നായിട്ട് കൊത്തിപ്പറിച്ചു കളയും. അങ്ങനെ തൂവലുകളെല്ലാം കൊത്തിപ്പറിച്ചു കഴിയുമ്പോൾ പിന്നീട് അവശേഷിക്കുന്നത് താൻ ഇരയെ പിടിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന തന്റെ നീണ്ട നഖങ്ങളും അതുപോലെ കൂർത്ത ചുണ്ടുകളുമാണ്. അതൊക്കെ ബലക്ഷയം സംഭവിച്ചു കഴിഞ്ഞു. പാറപ്പുറത്ത് ഇട്ട് ഒരച്ച് തന്റെ നഖങ്ങളും അതുപോലെ തന്നെ ചുണ്ടുകളുമൊക്കെ പിഴുത് എറിയുന്ന ഒരു അനുഭവം ഉണ്ടാകും. പിന്നീട് ഒരു നീണ്ട തപസ്സാണ്. ആ മലയിൽ, ആ വിള്ളലിൽ ഇരുന്നു കൊണ്ട് ഒരു ഭീകരജീവികളുടെയും ആക്രമണം ഇല്ലാതെ വളരെ സേഫായിട്ട് അവിടെ ഇരുന്നു കൊണ്ട് വളരെ വേദനാ നിർഭരമായിട്ടുള്ള ഈ ഒരു അനുഭവത്തിന് ശേഷം, ഒരു നീണ്ട തപസ്സിന് ശേഷം ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ പുതിയ തൂവലുകളും പുതിയ ചുണ്ടുകളും പുതിയ നഖങ്ങളും ഈ കഴുകന് വരുവാനായിട്ട് തുടങ്ങും. അതിനുശേഷം കുറെ ആഴ്ചകൾ കഴിഞ്ഞു കഴിയുമ്പോൾ കഴുകൻ വീണ്ടും ഒരു പരുന്തിന്റെ ആയുസ്സും കൂടെ ജീവിക്കുവാനായിട്ടുള്ള കരുത്തോടുകൂടി, ഒരു 35 വർഷവും കൂടെ ജീവിക്കാനായുള്ള കരുത്തോടുകൂടി അനന്തഹായസിലേക്ക് പാറി പറക്കുന്ന ഒരു ദൃശ്യം യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ദൃശ്യം കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നോമ്പിന്റെ അനുഭവം നമുക്ക് സമ്മാനിക്കേണ്ടത്. കഴുകന്മാരെ പോലെ പുതുശക്തി പ്രാപിച്ചുകൊണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തെ എന്തിനേയും തരണം ചെയ്യാൻ, ഈ ലോകത്തെ കൊടുങ്കാറ്റുകളെ തരണം ചെയ്യുവാൻ, ഈ ലോകത്തെ കഷ്ടതകളെ ഓവർകം ചെയ്യുവാനായിട്ട് ഇങ്ങനെ വീണ്ടും ക്രിസ്തുവിന്റെ ഒരു അംബാസഡറായിട്ട് ഈ ലോകത്ത് ജീവിക്കാനുള്ള പുതുശക്തി ഈ നാളുകളിൽ നമ്മൾ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. പല ആളുകളും നോമ്പ് ആചരണങ്ങളൊക്കെ നടത്താറുണ്ട്. ചിലപ്പോൾ അത് ആ നിശ്ചിതമായ ദിവസങ്ങളിലും നിമിഷങ്ങളിലും മാത്രമായിട്ട് ഒതുങ്ങാതെ ആ ഒരു പ്രാക്ടീസ് വീണ്ടും അത് അടുത്ത 365 ദിവസവും കൂടി നീണ്ടു നിൽക്കുന്ന അനുഭവങ്ങളായിട്ട് നമുക്ക് മാറുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഇറ്റ്സ് എ ടൈം ഓഫ് റിന്യൂവൽ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ 2 കാര്യങ്ങളൂടെ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ഞാൻ അത് അവസാനിപ്പിക്കാം. രണ്ടാമത്തെ വാക്ക് ഞാൻ പറയുവാനായിട്ട് ഇടയായി തീർന്നത് റെക്കൺസിലിയേഷൻ എന്നുള്ള ഒരു വാക്കാണ്. റെക്കൺസിലിയേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഈ നോമ്പിന്റെ ഒരു അനുഭവമായിട്ട് മാറണം. റെക്കൺസിലിയേഷൻ എവിടെയൊക്കെയാണ് ഉണ്ടാകേണ്ടത്? ഒന്നാമതായിട്ട് റെക്കൺസൈൽ വിത്ത് ഗോഡ് എന്നുള്ള ഒരു ചിന്തയാണ്. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗം പെട്ടെന്ന് ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. 2 ദിനവൃത്താന്തം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഞാൻ കൂടുതലായിട്ട് ആ പോയിന്റിനെ എക്സ്പ്ലോർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് അറിവുള്ളതാണ്. ദൈവവുമായിട്ട് ഉള്ള ഒരു റെക്കൺസിലിയേഷൻ ആണ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാകേണ്ടത്. ഒരു നിരപ്പ് പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരണം. പ്രാർത്ഥനയിലൂടെയും ദൈവവചന ധ്യാനത്തിലൂടെയും കർത്താവ് ദൈവവചനത്തിലൂടെ നമ്മളോട് പറയുന്നത് കേൾക്കുന്നതിലൂടെയും അത് ജീവിതത്തിൽ പ്രമാണിക്കുന്നതിലൂടെയും ഒക്കെയാണ് ഇത് നമുക്ക് സാധ്യമായിട്ട് തീരുന്നത്. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടങ്ങൾ ദൈവവചനം കൂടുതൽ വായിക്കാനായിട്ട്, കർത്താവ് പറയുന്നത് കേൾക്കാനായിട്ട്, അതുപോലെ കർത്താവ് പറയുന്നത് ചെയ്യുവാനായിട്ട്, കൂടുതൽ പ്രാർത്ഥനയ്ക്കും കൂടുതൽ ആരാധനയ്ക്കും അതുപോലെ തന്നെ പേഴ്സണൽ പ്രയറിനുമൊക്കെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കണം. അത് ദൈവമായുള്ള ഒരു അനുരഞ്ജനത്തിന്റെ, കർത്താവിൽ നിന്ന് അകന്നാണ് ഞാനും നീയും സഞ്ചരിക്കുന്നതെന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്യുവാനായിട്ട്, ഒന്ന് മടങ്ങി വരുവാനായിട്ട്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, കം ബാക്ക് ടു ദ വേർഡ് ഓഫ് ഗോഡ്, കം ബാക്ക് ടു അവർ ഫോർ ഫാദേഴ്സ് ഫെയ്ത്ത്, കം ബാക്ക് ടു ഗോഡ് എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പൂർവികരുള്ള വിശ്വാസത്തിലേക്ക്, അതുപോലെ തന്നെ ദൈവവചനത്തിലേക്ക്, അൾട്ടിമേറ്റ് ആയിട്ട് ദൈവത്തിലേക്ക് തന്നെ മടങ്ങി വരുവാൻ, അതിന് ഈ റെക്കൺസിലിയേഷൻ പ്രോസസ്സ് നമുക്ക് ആവശ്യമാണ്. ദൈവവുമായിട്ട് ചേർന്ന് നടക്കാനായിട്ട്, ദൈവത്തോട് കൂടെ നടന്ന അനേക ഭക്തന്മാരെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ കാണാം.
ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ദൈവ ശബ്ദം കേൾക്കാനും ദൈവം പറയുന്നത് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് റെക്കൺസൈൽ വിത്ത് ഗോഡ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് നെഞ്ചിലേറ്റുവാനായിട്ട് ഇടയായിട്ട് തീരട്ടെ. പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് റെക്കൺസൈൽ ഈച്ച് അതർ എന്നുള്ള ഒരു ചിന്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗം കൂടെ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാമത്തെ അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നത് എന്ത് എന്നുള്ള ചോദ്യത്തോടു കൂടി തുടങ്ങിയതിന് ശേഷം 7-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറക്കാതെ ഇരിക്കുന്നതും അല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. ഈ വേദഭാഗം നമ്മൾ പല പ്രാവശ്യം പ്രസംഗിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആയതുകൊണ്ട് അതിന്റെ കോണ്ടക്സ്റ്റിലേക്ക് ഒന്നും പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ, റീബിൽഡ് ഓൾ ബ്രോക്കൺ റിലേഷൻഷിപ്പ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ ശിഥിലമായി കിടക്കുന്ന എല്ലാ ബന്ധങ്ങളെയും ഒന്ന് റീബിൽഡ് ചെയ്യുന്ന ഒരു അനുഭവമാണ്. അതാണ് മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലുള്ള റെക്കൺസിലിയേഷൻ. അത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? നമ്മുടെ ഭവനത്തിൽ നിന്ന് തന്നെ തുടങ്ങാനായിട്ട് സാധിക്കും. ഏത് കാര്യവും ഭവനത്തിൽ നിന്ന് തുടങ്ങി അങ്ങേയറ്റം വരെ പോകുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ തുടങ്ങി, കുഞ്ഞുങ്ങളിലേക്ക് തുടങ്ങി, നമ്മുടെ ഇല്ലോസിലേക്ക് അത് നീണ്ട്, നമ്മുടെ അയൽവാസികളിലേക്ക് നീണ്ട്, സമൂഹത്തിലേക്കും സഭയിലേക്കും ഈ ലോകത്തിലേക്കും തന്നെ ഒരു റെക്കൺസിലിയേഷന്റെ ഏജന്റായിട്ട് ഈ സമൂഹത്തിൽ വർദ്ധിക്കാനായിട്ട് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ചില ബന്ധങ്ങളൊക്കെ നമുക്ക് പുനഃസ്ഥാപിക്കേണ്ടതായിട്ട് ഉണ്ട്. അതൊക്കെ ഒന്ന് റീബിൽഡ് ചെയ്യുവാനായിട്ട് ഒരു ശ്രമം എടുക്കാം. കർത്താവ് പറയുന്നുണ്ട്, നീ നിന്റെ വഴിപാടുമായിട്ട് ദൈവതിരുസന്നിധിയിൽ വരുമ്പം നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നീ അത് അവിടെ വെച്ച് ആദ്യം ചെന്ന് നിരപ്പ് പ്രാപിക്കുക. ഈ നോമ്പ് കാലഘട്ടങ്ങൾ അപ്രകാരം ശീലിക്കുവാനായിട്ട് ഓരോ ദിവസവും ശീലിക്കുവാനുള്ള ഒരു പ്രാക്ടീസ് ആയിട്ട് നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് ഇടയായിത്തീരണം. അങ്ങനെ ആകുമ്പം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം പുഷ്പളവും അനുഗ്രഹവുമായിട്ട് തീരുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരും. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബ അംഗങ്ങളെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുവാൻ, നമ്മുടെ മാതാപിതാക്കന്മാർ ദൂരത്താണെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അവരെ ഒന്ന് വിസിറ്റ് ചെയ്യുവാൻ, നമ്മുടെ സുഹൃത്തുക്കളെ ഒന്ന് വിസിറ്റ് ചെയ്യുവാൻ, ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരു റീബിൽഡിങ് റിലേഷൻഷിപ്പ് അത് നമുക്ക് ഇടയായിത്തീരണം. അതാണ് ഈ റെക്കൺസിലിയേഷൻ വിത്ത് ഈച്ച് അതർ എന്നുള്ള ഒരു ചിന്തയിലൂടെ എനിക്ക് പറയാനായിട്ടുള്ളത്. അങ്ങനെ ആയി കഴിയുമ്പോൾ മൂന്നാമത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് forgiveness of God എന്നുള്ള ഒരു ചിന്ത. ഇറ്റ് ഇസ് എ ഡിവൈൻ മൂവ്മെന്റ് ടു ഹ്യൂമൻ ബീയിങ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് മൂവ്മെന്റ് ടുവേർഡ്സ് ഗോഡ്, then മൂവ്മെന്റ് ടു ദി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നുള്ളതാണ് റെക്കൺസൈൽ ഈച്ച് അതർ എന്ന് പറയുന്നത്. ഇത് രണ്ടും സ്വായത്തമാക്കി കഴിയുമ്പോൾ ദൈവത്തിന്റെ ഒരു മൂവ്മെന്റ് നമ്മളിലേക്ക് ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരും. അതാണ് ദ forgiveness of God എന്ന് പറയുന്നത്. 32-ാമത്തെ സങ്കീർത്തനം ഈ നോമ്പ് കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യന് ഭാഗ്യവാൻ. ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ഇപ്രകാരമുള്ള ഒരു ഭാഗ്യാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരട്ടെ. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യകരമായിട്ടുള്ളൊരവസ്ഥ. ദൈവത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ നോമ്പ് കാലഘട്ടങ്ങൾ അതിന് നമ്മളെ പ്രാപ്തിപ്പെടുത്തട്ടെ. ഈ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തട്ടെ. അതാണ് പുതുക്കത്തിൻ്റെ അനുഭവം. ആ പുതുക്കത്തിൻ്റെ അനുഭവം ഈ കാലഘട്ടങ്ങളിൽ മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ തുടർന്നുള്ള എല്ലാ കാലഘട്ടങ്ങളിലും നിലനിർത്താൻ സാധിക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും റെക്കൺസൈൽ വിത്ത് ഗോഡ്, ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുവാൻ, മറ്റുള്ളവരിലേക്ക് ആ അനുരഞ്ജനത്തിൻ്റെ ശാഖകൾ നമുക്ക് വികസിപ്പിക്കുവാനായിട്ട് വശങ്ങളിലേക്ക് വളരുന്ന അനുഭവം ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെയാകുമ്പോൾ കർത്താവ് നമ്മളോട് ക്ഷമിച്ച് കർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കാനായിട്ട് ഇടയായിത്തീരും. ഈ നോമ്പ് കാലഘട്ടങ്ങൾ പലതും നമ്മൾ വർജിക്കുമ്പോൾ ചില വർജനങ്ങൾ ഒക്കെ ഒരു പക്ഷേയെങ്കിൽ വെറും ആചാരങ്ങളായിട്ട് മാത്രം അവസാനിപ്പിക്കാതെ അത് ആക്ഷനിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരട്ടെ. ചില ഫാസ്റ്റിങ്ങുകളൊക്കെ നല്ലതാണ്. ഫുഡ്, ചില പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ നമ്മൾ വർജിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില ശീലങ്ങളിൽ നിന്നും
നമ്മൾ ഒഴിഞ്ഞു നിൽക്കേണ്ടതായിട്ടുണ്ട്. ഈ നാളുകളിൽ ഏറ്റവും വേണ്ട ഒരു ഫാസ്റ്റിംഗ് ആണ് ഡ്രഗ് ഫാസ്റ്റിംഗ് എന്നുള്ളത്. ഡ്രഗ് അഡിക്ഷനിലൊക്കെ ആളുകളിൽ നിന്ന് പെട്ട് ഇന്ന് മനുഷ്യർ മൃഗതുല്യരായിട്ട് തീരുന്ന ഒരു കോണ്ടസ്റ്റ് നമ്മുടെ കേരളത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതിൽ നിന്നൊരു ഫാസ്റ്റിംഗ് നമുക്കുണ്ടാകുവാനായിട്ട് സാധിക്കണം. അങ്ങനെ ഒരു ഫാസ്റ്റിംഗ് ഈ 40 ദിവസക്കാലം നമ്മൾ ആർജിച്ച് എടുത്തു കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്കതൊരു പ്രാക്ടീസാക്കി മാറ്റുവാനായിട്ട് ഇടയായിട്ട് തീരും. അതുപോലെ തന്നെ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നെല്ലാവരും മൊബൈൽ ഫോണിനും ഫേസ്ബുക്കിനും അതുപോലെ തന്നെ വാട്സപ്പിനും ഷോർട്സിനുമൊക്കെ ഗെയിംസിനുമൊക്കെ അഡിക്റ്റ് ആയിട്ട് തീരുന്നുണ്ട്. അതിൽ നിന്നെല്ലാം ഒരു വിമോചനം നമുക്ക് ആവശ്യമാണ്. ഒന്ന് മാറ്റിവെക്കാനായിട്ട് നമുക്ക് അല്പസമയം കൂടുതൽ വേദപുസ്തകമായിട്ട് ചെലവിടാനായിട്ട് ഒക്കെ നമുക്ക് സഹായിക്കട്ടെ. ഇങ്ങനെ പലതരത്തിലുള്ള ഫാസ്റ്റിങ്ങുകൾ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് അർത്ഥവത്തായിട്ട് എടുക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഈ വചനം നമുക്ക് നെഞ്ചിലേറ്റാനും കൂടുതൽ ധ്യാനിക്കാനും ഇത് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായിട്ടും സ്വർഗത്തിലെ വലിയവനായതും എല്ലാവരെയും സഹായിക്കട്ടെ. വേദപുസ്തക സമൂഹത്തിന് നിങ്ങളെല്ലാവരും ഈ നാളുകളിൽ നൽകുന്ന എല്ലാ സംഭാവനകൾക്കും ഹൃദയത്തിന്റെ ഭാഷയുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.